DBS ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ബജാജ് ഫിനാൻസ് ആയിട്ട് ടൈപ്പ് ആയിട്ട് വരുന്ന DBS ബാങ്കിൻ്റെ 5x+ സൂപ്പർ ക്രെഡിറ്റ് കാർഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ എലിജിബിലിറ്റി അതുപോലെ തന്നെ എത്ര ലിമിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ക്യാഷ് ബാക്ക് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. നമുക്കിത് റിവാർഡ് ബേസ്ഡ് ക്രെഡിറ്റ് കാർഡാണ്, എന്ന് വെച്ചാൽ പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് പോയിൻറ്റ്സ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കത് ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഹോട്ടൽ ബുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ മന്ത്ലി 10,000 രൂപയ്ക്ക് മേലെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5x റിവാർഡ് പോയിൻറ്റ്സ് എന്നുള്ള കാറ്റഗറി അൺലോക്ക് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് സർക്കിളിനുള്ളിൽ 10,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു. 10,000 രൂപയ്ക്ക് ശേഷമുള്ള പേയ്മെൻറ്റ്സിനെല്ലാം നമുക്ക് 5x റിവാർഡ് പോയിൻറ്റ്സ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. DBS ബാങ്കിൻ്റെ ഡിലൈഡ് പ്രോഗ്രാം വഴി നമ്മൾ ചെയ്യുന്ന പർച്ചേസ് നമുക്ക് 10x റിവാർഡ് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. DBS ബാങ്കിൻ്റെ സൂപ്പർ ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെ നമുക്ക് ലോഞ്ച് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഒരു ലോഞ്ച് ആക്സസ് ആണ് ക്വാർട്ടറിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് നമുക്ക് ഈ കാർഡിനോട് വരുന്നില്ല. ബജാജ് ഫിനാൻസിൻ്റെ EMI സ്റ്റോറിൽ നമ്മൾ നടത്തുന്ന ഡൗൺ പേയ്മെൻറ്റിന് 5% ക്യാഷ് ബാക്ക് ഈ കാർഡ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. DBS ഡിലൈറ്റ് പ്രോഗ്രാം വഴി നമ്മൾ എടുക്കുന്ന മെമ്പർഷിപ്പിനൊക്കെ നമുക്ക് 20% വാല്യൂ പാക്കാണ് കിട്ടുന്നത്. അപ് ടു 2000 പോയിൻറ്റ്സ് വരെയാണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നത്. 3 ടെലി കൺസൾട്ടേഷൻ ഫിസിഷ്യനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട്, ഒരു കൺസൾട്ടേഷൻ നമുക്ക് 75 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 കൺസൾട്ടേഷൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ബജാജിൻ്റെ ഹെൽത്ത് ആപ്പ് വഴിയാണ് നമുക്ക് ഈ ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് പറ്റുക. നമുക്ക് ഈ കാർഡിൻ്റെ ഫീസ് നോക്കാം. ആനുവൽ ഫീസായിട്ട് നമുക്ക് വരുന്നത് 999 രൂപ പ്ലസ് GST ആണ്. ഫസ്റ്റ് ഇയർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫീസൊന്നും വരുന്നില്ല. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആണ് ഈ ഫീസ് വരുന്നത്. നമ്മൾ 75,000 രൂപയ്ക്ക് മേലെ ഈ കാർഡ് വഴി പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീസ് വേവ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. DBS ഡിലൈറ്റ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ലിമിറ്റ് 1,44,000 രൂപയാണ്. അപ്പോൾ നല്ലൊരു ലിമിറ്റ് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലിമിറ്റ് വേണം, നിങ്ങൾക്ക് അത്യാവശ്യം ബജാജ് EMIs ഒക്കെ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ കാർഡ് കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാക്കി ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കേസിൽ കുറച്ച് കുറവ് വരുന്നുണ്ട് DBS ഡിലൈറ്റ് ക്രെഡിറ്റ് കാർഡിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് യൂസ്ഫുൾ ആണോ, നിങ്ങളുടെ യൂസ് കേസിന് ഇത് ഉപകാരമുള്ളതാണോ എന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഫിനാൻസ് റിലേറ്റഡ് കണ്ടന്റ്, ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.